ഹലോ ഗൈസ്, അപ്പോൾ എന്താണ് ഇന്ന് കപ്പയ്ക്കൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. ഇന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ നമ്മുടെ നാട്ടിൽ ഇതിനെ കപ്പയ്ക്കെന്നും ഓമയ്ക്കെന്നും പിന്നെ കർബൂസ് എന്നും അങ്ങനെ പല നാടുകളിൽ പല പേരുകളാണ് പറയാറുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പയ്ക്കെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കപ്പയ്ക്കെന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഇതിനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ തോരൻ വെക്കാനാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ കപ്പയ്ക്കൊന്നും ഒരു വലിയ വിലയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചക്ക, കപ്പയ്ക്ക, കപ്പ എന്ന് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും. അപ്പം ഞാനത് അരിഞ്ഞ് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരിങ്ങി അതിനുശേഷം ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിനെ എടുത്തതിന് ശേഷമാണ് ഞാൻ തോരൻ വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവത്തിനൊക്കെ വില കൽപ്പിക്കുന്നത് നമ്മൾ കേരളത്തിന് വെളിയിലെത്തിക്കഴിയുമ്പോഴാണ് ഇതിനെല്ലാം ഒരു വില വരുന്നത്. കാരണം ഇത് പൈസ കൊടുത്താണ് നമ്മളിവിടുന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ക്രഷ് ചെയ്ത് പിന്നെ കപ്പയ്ക്കയുടെ കൂടി നന്നായി തിരിങ്ങി നല്ല പോലെ അതിനെ ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, ഈ തോരൻ വെക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ കുറച്ച് ചെറുപയറെടുത്ത് വെള്ളത്തിലിടാൻ മറക്കരുത്. അത് വേവിക്കാനുള്ള എളുപ്പത്തിനാണ് തലേദിവസം വെള്ളത്തിലിടുന്നത്. അങ്ങനെ അതും വേവിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സാക്കി നന്നായി ഒന്ന് ഇളക്കി അതിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തോട്ടങ്ങ് വെക്കുന്നു. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഇത്രയേ ഉള്ളൂ.